Powered by Malabar Gold and Diamonds. Celebrate the beauty of life. എപ്പോഴും രുചികരവും വ്യത്യസ്തവുമാർന്ന വിഭവങ്ങൾ തയ്യാറാക്കാനാണ് വീട്ടമ്മമാർക്ക് ഇഷ്ടം. ഇത്തരത്തിൽ തയ്യാറാക്കുന്ന ചില രുചി വൈവിധ്യങ്ങളാണ് ഈ വനിതയിൽ. ഈ വിഭവങ്ങൾ നമുക്കായി തയ്യാറാക്കുന്നു ഐഡ ചാക്കോ. ഹായ് എവറിബഡി, ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ഫിഷ് വെച്ചിട്ടുള്ളൊരു ഡിഷാണ്. ഇറ്റ്സ് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. ഇറ്റ് ലുക്സ് വെരി അട്രാക്റ്റീവും പിന്നെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. സോ യങ് ആൻഡ് ഓൾഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അതിൻ്റെ പേര് ഗ്രാൻഡ് മദേഴ്സ് പ്രൈഡ്. 3 സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ആദ്യം നമ്മൾ ആ ഫിഷിൻ്റെ ആ മീൻ പൊടിച്ചത് ഒന്ന് നമ്മൾ സോട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് സ്റ്റർ ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ടാണ്. സോ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് മീൻ നന്നായിട്ട് പുഴുങ്ങി പൊടിച്ചത്, അത് ആദ്യം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് പുഴുങ്ങണം. അത് കഴിഞ്ഞ് അതിൻ്റെ മുള്ളു ഒക്കെ കളഞ്ഞ് പൊടിച്ചെടുക്കണം. പിന്നെ അതിന് വേണ്ടിയ ചേരുവകൾ സവാള നന്നായിട്ട് കൊത്തി അരിഞ്ഞത്, ടൊമാറ്റോ അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചോപ്ഡ്, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, ഉപ്പ്, കുരുമുളക്, ഇതൊക്കെയാണ് അതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ്. സോ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഗ്യാസ് കത്തിച്ചിട്ട് നമ്മുടെ കണ്ടെയ്നർ അതിലോട്ട് വെക്കുക. ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺസ് ഏകദേശം ഓയിൽ ഒഴിക്കണം. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞ് ആദ്യം അതിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യുക. ഏകദേശം 2 സവാള കൊത്തി അരിഞ്ഞത്, അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് നമ്മളൊന്ന് സ്റ്റർ ചെയ്യുക. നമ്മുടെ സവാള ഏകദേശം ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ ഈ ടൊമാറ്റോ അരിഞ്ഞത് ആഡ് ചെയ്യണം. ടൊമാറ്റോ ശരിക്കും അതിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ കാണരുത്, അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വരണം. നമ്മൾ ഉപ്പിടാൻ മറക്കരുത്. ആ മീനിൻ്റെ അകത്ത് നമ്മൾ ബോയിൽ ചെയ്തപ്പോൾ ഉപ്പിട്ടിട്ടുള്ളതാണ്, എന്നാലും കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്യണം. ഒരു 1/2 ടീസ്പൂൺ ഓഫ് സോൾട്ട്, പിന്നെ കുരുമുളക് പൊടിയും കൂടെ അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യണം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലോട്ട് നമ്മുടെ ഫിഷ് നന്നായിട്ട് പൊടിച്ച് ആ മീനില്ലാത്ത ഗ്രാജ്വലി കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ശരിക്കും ഒന്ന് മിക്സ് ചെയ്യുക. ഏറ്റവും അവസാനം നമ്മുടെ മല്ലിയിലയും കൂടെ അതിലോട്ട് ആഡ് ചെയ്യുക. സോ നമ്മുടെ ഫിഷ് റെഡിയായി. സോ നമ്മുടെ കട്ട്ലറ്റ്സിനൊക്കെ എടുക്കുന്ന പോലെ ഉള്ളി തിങ്ങിസ് കുറച്ച് ടൊമാറ്റോയും കൂടെ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ കട്ട്ലറ്റ്സിന് സാധാരണ ഫിഷ് കട്ട്ലറ്റിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. സോ നിങ്ങളുടെ കാണാമല്ലോ നിങ്ങൾക്ക് ഫിഷ് റെഡി ആയിട്ടുണ്ട്. സോ നൗ യു ആഡ് ആ മല്ലിയില കുറച്ച്. നമ്മുടെ ഫിഷ് ഏകദേശം റെഡിയായി. ഇറ്റ് ലുക്സ് വെരി നല്ല ഭംഗിയുണ്ട്. ടൊമാറ്റോയും മല്ലിയിലയും എല്ലാം കൂടെ ചേർത്ത് നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. സോ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജായിട്ട് നമ്മളിത് മാറ്റി വെക്കുവാണ്. സോ ഇനി അടുത്ത സ്റ്റേജ് നമ്മുടെ സോസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ബട്ടർ, പാല്, കോൺഫ്ലവർ, മൈദ, സോൾട്ട് ആൻഡ് പെപ്പർ. സോ ഇതിന് ഓയിൽ യൂസ് ചെയ്യൽ ബട്ടർ തന്നെ ആയിരിക്കണം. സോ ബട്ടർ ക്യാൻ ബി
ഐദർ സോൾട്ട്ലെസ്സോ സോൾട്ടുള്ള ബട്ടർ യൂസ് ചെയ്യാം. സോ നമ്മൾ അതൊന്ന് ചെയ്യാൻ പോവാണ്. സോ ആദ്യം നല്ല ഹെവി ബോട്ടം ഒരു കണ്ടെയ്നർ എടുക്കണേ, വിച്ച് ഇസ് ഹെവി. നമ്മൾ ഗ്യാസ് ഒന്ന് കത്തിച്ചിട്ട് കണ്ടെയ്നർ നന്നായിട്ട് ഒന്ന് ചൂടാകണം. അത് കഴിഞ്ഞ് അതിലോട്ട് നമ്മൾ ബട്ടർ ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ ഓഫ് ബട്ടർ ഇടുക. സോ ഈ ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്യണം. മെൽറ്റ് ചെയ്താൽ മതി, ആ ബട്ടർ കൂടുതലായിട്ട് ബോയിൽ ചെയ്യുകയൊന്നും ചെയ്യല്ല. ബട്ടർ മെൽറ്റ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഫ്ലെയിം ഒന്ന് മിനിമത്തിലോട്ട് ഇടുക. സോ ഇതിലോട്ട് നമ്മുടെ മൈദ 1 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ആഡ് ചെയ്യുക. മൈദ ഇട്ട് കഴിഞ്ഞാൽ അത് ആ ഫ്ലെയിം ഒന്ന് കെടുത്തിയത്. എന്നിട്ട് അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മളൊന്ന് സ്റ്റർ ചെയ്യാൻ. ഇനി ഇതിൻ്റെ അകത്തോട്ട് മെല്ലെ കുറച്ച് പാല് കുറച്ചായിട്ട് ഒഴിക്കുക. ആദ്യം നല്ല ചൂടുണ്ട് പാത്രത്തിന്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് കത്തിക്കഴിഞ്ഞത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി പാലും കൂടെ ഏകദേശം 1 കപ്പ് പാല് ഒഴിക്കുക. നമ്മൾ പാല് 1 കപ്പ് ഒഴിക്കുക. ഇനി ഒന്നുകൂടി ഒന്ന് ഫ്ലെയിം കത്തിക്കുക. മൈദ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മളത് പെട്ടെന്ന് കുറുകി കിട്ടും, അതുകൊണ്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കട്ട പിടിക്കും. സോ ഒന്ന് തിക്കായാൽ മതി. തിക്കായി കഴിഞ്ഞാൽ ഇതും നമ്മൾ വാങ്ങി വെക്കും. വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് നമ്മളതിൻ്റെ ബേസാണ് ഉണ്ടാക്കുന്നത്. സോ ബേസിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ ഫില്ലിങ് വെച്ചിട്ട് ഈ വൈറ്റ് സോസ് അതിൻ്റെ മുകളിലോട്ട് ഒഴിക്കാൻ പോവുകയാണ്. സോ ദിസ് വൈറ്റ് സോസ് ഇസ് ഓൾമോസ്റ്റ് റെഡി. ഒന്നുകൂടി ഒന്ന് തിക്കായാൽ മതി. അത് ചിലപ്പോൾ തണുക്കും തോറും ആ തിക്നെസ് കൂടി വരും. ഇപ്പം നമ്മൾ ഇച്ചിരി എന്ന് പറഞ്ഞാൽ കുറേ ഡൈല്യൂട്ട് അല്ലാതെ കുറച്ച് തിക്കായിട്ട് എടുക്കണം. ഒത്തിരി തിക്കാവില്ല, ബിക്കോസ് അത് ഇരുന്ന് പിന്നെയും തിക്കാവും. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഇനി നമ്മൾ കുറച്ച് സോൾട്ടും കുറച്ച് പെപ്പറും കൂടെ ആഡ് ചെയ്യാം. സോ യുവർ സോസ് ഇസ് റെഡി. സോ ഇനി നമ്മൾ കുറച്ച് ഉപ്പ്, അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളകും കൂടെ ആഡ് ചെയ്യും. സോ കുരുമുളക് പൊടി ഇട്ടു. എന്നിട്ട് അത് നമ്മൾ വാങ്ങും. സോ ഇറ്റ്സ് നൈസ് ആൻഡ് തിക്ക്. നമ്മുടെ വൈറ്റ് സോസ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. സോ ഇറ്റ്സ് നൈസ് ആൻഡ് തിക്ക്. സോ ഇത് മാറ്റി വെച്ചിട്ട് ഇനി നമ്മളതിൻ്റെ താഴത്തെ ബേസ് ഉണ്ടാക്കാനായിട്ടാണ് ഇനിയും പോകുന്നത്. ഈ മുട്ടയൊന്ന് ഇതിലോട്ട് പൊട്ടിച്ച് വെച്ചിട്ട് അതൊരു വിസ്ക് വെച്ചിട്ട് നമ്മളൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യുവാണ്. സോ നല്ലതായിട്ട് ഇപ്പം അത് ഫ്രോത്തി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ മൈദ, കോൺഫ്ലവർ, കുറച്ച് ഉപ്പ്, പാല്, നല്ല ഫ്രോത്തി ആയിട്ടുണ്ട്. സോ ഇതിലോട്ട് കോൺഫ്ലവറൊക്കെ ഇടുമ്പം തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കണം. സോ കോൺഫ്ലവർ ഒരു 1 ടീസ്പൂൺ ഓഫ് കോൺഫ്ലവർ ഇടുക. അതൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണേ, അല്ലെങ്കിൽ കട്ടയായിട്ട് കിടക്കും. ഇതിലോട്ട് നമ്മൾ മൈദയും കൂടെ ആഡ് ചെയ്യുക. മൈദ ഒരു ടീസ്പൂണിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ മൈദ. ഇതിലോട്ട് കുറച്ച് പാൽ അധികം വേണ്ട, എന്നാലും ഒരു 1/2 കപ്പ് പാലൊഴിച്ചു. ആ പാലൊഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്യും. സോ നിങ്ങളുടെ ബാറ്റർ റെഡിയായി. ആ നേരം കൊണ്ട് നമുക്ക് അപ്പച്ചട്ടി ഒന്ന് ചൂടാക്കാൻ വെക്കാം. അപ്പച്ചട്ടിക്ക് ഒരു ഇതുണ്ട്, നമ്മൾ ഒരിക്കലും ഫ്ലെയിം കൂട്ടല്ല. ഇറ്റ് ഷുഡ് ബി ഓൺ എ ലോ ഫ്ലെയിം. സോ അപ്പച്ചട്ടി വെച്ചിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഒന്ന് ഗ്രീസ് ചെയ്യാം. വെളിച്ചെണ്ണയല്ല, ബട്ടറും അല്ല, ജസ്റ്റ് ഓയിൽ. സോ ഒന്ന് ചൂടായി കഴിഞ്ഞ് നമ്മളൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്യും. നന്നായിട്ട് ചൂടായി ഗ്രീസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിപ്പം അടിച്ചു വെച്ചിരിക്കുന്നതല്ലേ, ഇനി ഇതൊരു സ്പൂൺ എടുത്തിട്ട് നമ്മളൊന്ന്
ഇതിൻ്റെ പുറത്തോട്ട് ഓരോ സ്പൂൺഫുൾ ഒഴിക്കുവാണ്. ഓരോ പ്രാവശ്യം ഒഴിച്ച് കഴിഞ്ഞാലും ഒന്ന് മിക്സ് ചെയ്യണം. ബിക്കോസ് അല്ലെങ്കിൽ എന്ത് പറ്റും, ചിലപ്പോൾ ഈ കോൺഫ്ലവറും മൈദയൊക്കെ താഴോട്ട് അങ്ങ് ആടി. സോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഒരു 1.5 സ്പൂൺ ഇത് ഒഴിക്കുക. അതൊന്ന് നമ്മളപ്പം ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. അങ്ങനെ ഒരു 3-4 അപ്പം നമ്മൾ റെഡിയാക്കും. നമ്മുടെ അപ്പം എല്ലാം റെഡിയായി. ഇനി നമ്മളതെങ്ങനെയാണ് അപ്പവും അതൊക്കെ സാൻഡ്വിച്ച് ചെയ്തെടുക്കുന്നതെന്ന് കാണാം. സോ അതിന് നമ്മുടെ ഒരു സെർവിങ് പ്ലേറ്റ് എടുക്കുക. ആദ്യം ഒരു അപ്പം എടുത്ത് വെക്കുക. അതിൽ അതോടെ നമ്മുടെ ഫിഷ് മസാല അതിൻ്റെ നടുക്കോട്ട് ഫില്ല് ചെയ്യുക. സോ ഇതിൻ്റെ സെൻറ്ററിലോട്ട് നമ്മൾ ഈ ഫിഷ് മസാല ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ലൈക്ക് വൈസ് എല്ലാ അപ്പം വെച്ചിട്ട് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്യണം. ലാസ്റ്റ് ഒരു അപ്പം കൂടെ വെക്കുവാണ്. അത് ഇതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് അപ്പത്തിന് നമ്മൾക്ക് ഇത് ഫില്ല് ചെയ്യേണ്ട കേട്ടോ. സോ ഇല്ല, ഈ നേരെ മുമ്പിലത്തെ അപ്പം വരെ ഫില്ല് ചെയ്താൽ മതി. ലാസ്റ്റ് അപ്പം ആയിരിക്കണം ഏറ്റവും അവസാനം വരുന്നത്. സോ ഇപ്പം നല്ല ഭംഗിയില്ലേ. ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മളിനി നമ്മുടെ സോസ് ഒഴിക്കാൻ പോകുന്നത്. സോ സോസ് റെഡിയാണ്. സോ സോസ് വെറുതെ അതിൻ്റെ മുകളിലോട്ടങ്ങ് മുകളിൽ നിന്ന് അടി വരെ അങ്ങ് ഒഴിക്കാം. നമ്മുടെ സോസൊക്കെ ഒഴിച്ച് കഴിഞ്ഞു. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, ഒരു കേക്കിൻ്റെ ഒരു അപ്പിയറൻസ് ഇല്ലേ. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് നമ്മുടെ മല്ലിയില ഇങ്ങനെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാൻ പോവുക. ഇതിലോട്ട് നമ്മുടെ ചെറി ടൊമാറ്റോസ് എന്ന് പറയുന്നതിന് അതിങ്ങനെ അതിൻ്റെ സൈഡ്സിൽ വെച്ച് കൊടുത്താൽ മതി. നിങ്ങളുടെ മദേഴ്സ് ഫ്രൈഡ് റെഡിയായി. ഇത് കണ്ടിട്ട് എല്ലാവർക്കും എന്ത് തോന്നുന്നു, കഴിക്കാൻ തോന്നുന്നില്ലേ? ഇറ്റ് ലുക്സ് റിയലി ഡെലിഷ്യസ്. ഇതിന് ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അയിലയോ ട്യൂനായോ നെയ്മീനോ ഏത് ഫിഷ് വേണമെങ്കിലും എടുക്കാം. ഈ മദേഴ്സ് ഫ്രൈഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. സോ ഇനി നമ്മുടെ സ്ക്യൂവേഴ്സ് എടുക്കുക. എന്നിട്ട് നമുക്കൊരു പനീർ ടിക്ക, അതാണ് ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ പനീർ ടിക്കായ്ക്ക് ഇറ്റ്സ് എ വെരി കളർഫുൾ ഒരു ടിക്കായാണ്. അതിൽ നമുക്ക് പല ടൈപ്പ് ക്യാപ്സിക്കം യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് നമ്മുടെ കടലപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ. അതിൻ്റെ കൂടെ ഒരു പ്രത്യേക ഒരു മസാലയുണ്ട്. അത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഇറ്റ്സ് എ നോർത്ത് ഇന്ത്യൻ മസാല. ഇറ്റ്സ് കോൾഡ് എ കിച്ചൺ കിങ് മസാല. അതിൻ്റെ കൂടെ അംചൂർ എന്ന് പറഞ്ഞാൽ ഡ്രൈഡ് മാംഗോ പൗഡറാണ്. പിന്നെ ചാട്ട് മസാല, പിന്നെ അതിൻ്റെ കൂടെ ടൊമാറ്റോ, അനിയൻ, സവാള, പിന്നെ ഉപ്പ്. പിന്നെ ഞാൻ കളർ ഒന്നിനും ചേർക്കുകയില്ല. സോ അതിന് പകരം കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് ഓയിൽ, ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യുവാണ്. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ പനീരും ബാക്കിയെല്ലാം നമ്മൾ മാരിനേറ്റ് ചെയ്ത് നമ്മൾ സ്ക്യൂവേഴ്സിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. സോ ആദ്യം നമ്മുടെ ഇതൊന്ന് ചൂടാക്കണം, നമ്മുടെ ഫ്രൈ പാൻ. സോ ആദ്യം ഒന്ന് ചൂടാക്കിയിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോ പാത്രം ഒരുവിധം ചൂടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് നോട്ട് ബി വെരി ഹോട്ട്, അല്ലെങ്കിൽ പിന്നെ കടലം പൊടി അങ്ങ് കരിഞ്ഞു പോകും. സോ ഇതൊന്ന് ഞാൻ ഓഫ് ചെയ്യുക. ഇത് ആവശ്യത്തിന് ചൂടായി. ഇനി ഇതിലോട്ട് നമ്മളൊരു 2 ടേബിൾ സ്പൂൺസ് ഓഫ്
കടലമാവ് ആഡ് ചെയ്യുക. അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ കുറച്ച് കിച്ചൺ കിങ് മസാല, ഡ്രൈ മാംഗോ പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടി, ഉപ്പ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ്. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ പേസ്റ്റ് ആക്കുവാണ്. സോ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം നോക്കേണ്ടത് നമ്മൾ ഒത്തിരി ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് വെള്ളം ഒഴിക്കല്ല. കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഇളക്കി നോക്കുക അതിൻ്റെ റിക്വയർഡ് കൺസിസ്റ്റൻസി ആയോ എന്ന്. അല്ലെങ്കിൽ പിന്നെ ഒത്തിരി ലൂസായി പോയാലും അതിലോട്ടൊന്നും പിടിക്കുകയില്ല. പിന്നെ ഒത്തിരി ഡ്രൈയും ആവില്ല. ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ഈ മസാല അങ്ങ് കരിയും. സോ ഇനി നമ്മളൊന്ന് ഓരോന്നായിട്ട് മാരിനേറ്റ് ചെയ്യാൻ പോവാം. സോ ആദ്യം നമ്മുടെ പനീർ എടുക്കാം. പനീറൊക്കെ ഒത്തിരി നേരം മുമ്പേ കട്ട് ചെയ്ത് വെക്കല്ല, അല്ലെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്നെസ് പോവും. സോ ഇനി നമ്മൾ ബാക്കിയുള്ള മസാലയുണ്ട് ഇപ്പോഴും. സോ അതിലോട്ട് നമ്മൾ 1 by 1 ഓരോ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദി യെല്ലോ ക്യാപ്സിക്കം. സോ പനീർ ചെയ്ത പോലെ തന്നെ നമ്മൾ ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കമാണ് ആദ്യം ഇട്ടിരിക്കുന്നത്. അതൊന്നൊന്ന് ലൈറ്റായിട്ട് കോട്ട് ചെയ്ത് ഇട്ടാൽ മതി, ജസ്റ്റ് ഫോർ ഇറ്റ് ടു ഗെറ്റ് ദ ഫ്ലേവർ മാത്രം. നമ്മുടെ യെല്ലോ കഴിഞ്ഞു. ഇനിയും യൂസിങ് ദ ഗ്രീൻ ക്യാപ്സിക്കം. സോ ഗ്രീൻ ക്യാപ്സിക്കം ഇതുപോലെ തന്നെ ഞാൻ ഇടാൻ പോവാണ്. അതും ഒന്ന് കോട്ട് ചെയ്ത് എടുക്കുക. സോ നമ്മൾ യെല്ലോയും ഗ്രീൻ ക്യാപ്സിക്കം ഇട്ട് കഴിഞ്ഞു. ഇനി അതിലോട്ട് നമ്മൾ റെഡ് ക്യാപ്സിക്കം അതുപോലെ തന്നെ കട്ട് ചെയ്തത് അതും അതിലോട്ട് ആഡ് ചെയ്യാൻ പോവാം. റെഡ് ക്യാപ്സിക്കം ഇട്ടപ്പോൾ നല്ല കളർഫുൾ ആയില്ലേ. സോ ഇറ്റ്സ് എ വെരി ഗുഡ് സ്റ്റാർട്ടർ. എന്തെങ്കിലും നമ്മളൊരു പാർട്ടി തുടങ്ങുന്നതിന് മുമ്പേ ഒക്കെ കൊടുക്കാനായിട്ട് നല്ലൊരു സ്റ്റാർട്ടറാണ്. ഇനി അതിൻ്റെ കൂടെ ഇപ്പം നമ്മൾ ക്യാപ്സിക്കംസ് എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനിയും ഇച്ചിരി ഒരു പുളി വരാനായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ക്യാപ്സിക്കം ആകുമ്പം ഇറ്റ്സ് നോട്ട് ഹോട്ട്, എന്നാലും ഒരു കുറച്ചൊരു എന്നാ ഹോട്ട് പെപ്പർ എന്നല്ല അതിന് പറയുന്നത്. സോ അതിന് വരെ ഇച്ചിരി ഒന്ന് പുളി വരാനായിട്ട് ആ ടൊമാറ്റോ എടുക്കുമ്പം അതിൻ്റെ നടുക്കത്തെ ആ കുരു എല്ലാം കളഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ പൾപ്പെല്ലാം മാറ്റിയിട്ട് ഡൈസ് ചെയ്ത് എടുക്കുവാണ്. സോ ടൊമാറ്റോസും കൂടെ ഞാൻ ആഡ് ചെയ്യുവാണ്. അനിയൻസും ഇതുപോലെ തന്നെ ഡൈസ് ചെയ്തത് സവാള ആയിട്ട് അതും നമ്മൾ ആഡ് ചെയ്യുക. സോ ഇനി നമ്മൾ നമ്മുടെ സ്ക്യൂവേഴ്സ് എടുക്കുക, എന്നിട്ട് ഓൾട്ടർനേറ്റ് ചെയ്യുക. ലൈക്ക് ഒരു പനീർ വെക്കുക, പിന്നെ ഒരു ഗ്രീൻ ക്യാപ്സിക്കം, ഒരു യെല്ലോ ക്യാപ്സിക്കം, ഒരു റെഡ് ക്യാപ്സിക്കം, ഒരു അനിയൻ, ഒരു ടൊമാറ്റോ, പിന്നെ ഒരു പനീർ, അങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് നമ്മുടെ സ്ക്യൂവേഴ്സിലോട്ട് വെക്കുക. സോ ആ നേരം കൊണ്ട് ഞാൻ എൻ്റെ ഗ്രിൽ പാൻ ഒന്ന് ചൂടാക്കാൻ വെക്കുക. ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിലൊക്കെ വെക്കാം. ഇനി നമ്മൾ നമ്മുടെ സ്ക്യൂവേഴ്സ് എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഓൾട്ടർനേറ്റ് ചെയ്ത് അതിലോട്ട് വെക്കാൻ പോകും. ആദ്യം ഒരു പനീർ വെക്കുക, അതിൻ്റെ കൂടെ ഒരു യെല്ലോ ക്യാപ്സിക്കം. ഇനി ഓർഡർ അങ്ങനെ ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിലൊക്കെ വെക്കാം. പനീർ പിന്നെ നമ്മൾ കുറേ നേരം മാരിനേറ്റ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളിങ്ങനെ കയറ്റുമ്പോൾ പൊട്ടിപ്പോവും. സോ അത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പനീർ അല്ലാതെ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചിക്കൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം. വെജിറ്റബിൾസിന് പകരം ഇപ്പോൾ ഈ നമ്മുടെ ക്യാപ്സിക്കത്തിനൊക്കെ പകരം യു ക്യാൻ യൂസ് പൊട്ടാറ്റോ അല്ലെങ്കിൽ കോളിഫ്ലവർ. സോ ഇറ്റ് ബിക്കംസ് എ വെജിറ്റബിൾ ടിക്കാവും.
ഇതാകുമ്പോൾ കുറച്ചുകൂടെ ക്യാപ്സിക്കം ഒക്കെ ആയിട്ടുള്ളൊരു ടിക്കാണ്. കുറച്ച് ഓയിൽ ഒന്ന് വെറുതെ ഒന്ന് ബാസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിലോട്ട് നമ്മൾ പിന്നെ നമ്മുടെ സ്ക്യൂവേഴ്സ് വെക്കുമ്പോഴത്തിന് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കസൂരി മേത്തി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ് അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ കിട്ടാനായിട്ട്. നമ്മൾ ആദ്യമേ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കയ്പ്പ് രസം വരും. സോ അതുകൊണ്ടാണ് നമ്മളത് പിന്നെ അത് വെച്ചിട്ട് സ്പ്രിങ്കിൾ ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലോട്ട് നമ്മളിത് വെച്ച് കഴിഞ്ഞിട്ട് കസൂരി മേത്തി, ദറ്റ്സ് ഡ്രൈഡ് നമ്മുടെ മേത്തി എന്ന് പറഞ്ഞ ഒരു ചീര പോലത്തെയാണ്. അത് ഡ്രൈ ചെയ്ത് അതിൻ്റെ ലീവ്സാണ്. സോ അത് കുറച്ച് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് ഇടും. നമ്മൾ പിള്ളേരുടെ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ ഒരു സ്റ്റാർട്ടറായിട്ടൊക്കെ കൊടുക്കുക. അല്ലെങ്കിൽ ഈവൻ ഫോർ എൽഡർലി പീപ്പിൾ ഒരു സ്റ്റാർട്ടേഴ്സ് ബിഫോർ യു സ്റ്റാർട്ട് യുവർ ഡിന്നർ. അല്ല കോക്സൊക്കെ കഴിക്കുമ്പം സ്റ്റാർട്ടേഴ്സ്. പിന്നെ പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കഴിക്കണമല്ലോ. നമ്മുടെ ചായയുടെ കൂടെയോ അല്ലെങ്കിൽ കോക്കിൻ്റെ കൂടെയൊക്കെ സ്റ്റാർട്ടറായിട്ട് യൂസ് ചെയ്യാം. സോ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഒന്ന് എല്ലാ സൈഡും ആയോ എന്നൊന്ന് നോക്കിയാൽ മതി. പിന്നെ നമ്മൾ ഇപ്പോൾ ഇതിന് ഈ പിടി ഉണ്ടല്ലോ, പിടി ഇങ്ങനെ ഈസി ഹാൻഡ്ലിങ്ങാണ്. പിന്നെ നിങ്ങൾക്ക് സാൻഡ്വിച്ചസ് ഒക്കെ ആണെങ്കിൽ ഈ പിടി ഇങ്ങനെ എടുത്ത് അങ്ങ് അടച്ചു വെക്കാം. നമ്മൾ മണം വരുന്നുണ്ട്. സോ നമ്മളൊന്ന് ഇതിങ്ങനെ ഒന്ന് തിരിക്കുക. നല്ല ബ്രൗണായി. നമ്മുടെ പനീർ ടിക്ക ഈസ് റെഡി ആൻഡ് ലുക്സ് റിയലി സംഷ്യസ് ആൻഡ് നൈസ്. സോ നമ്മളത് നമ്മുടെ ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാൻ പോവാണ്. സോ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചാറ്റ് മസാല സ്പ്രിങ്കിൾ ചെയ്യുക. അതിൻ്റെ ഒരു പ്രത്യേക